ഈ പ്രേമനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത ഒരു യുവതിയുണ്ട്. ആ യുവതി ഒരു നാടിന്റെ ആകെ ഉറക്കം കെടുത്തിയെന്നാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രചരിച്ച കഥ. നെല്ലിക്കാട്ടെ എന്ന പ്രദേശത്ത് പിന്നീട് രാത്രികാലങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ ആളുകൾ ഭയന്നു. യുവതിയുടെ മരണശേഷം ചിലർ സൃഷ്ടിച്ച ഭീതിയാണ് ഇത്തരം കഥകൾക്ക് പിന്നിൽ എന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. കഥയാണ്, കണ്ടുനോക്കാം. കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് സ്വദേശിയായ 23-കാരി കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതോടെയാണ് ഈ പ്രദേശത്ത് ഭീതി പടർന്നത്. വർഷങ്ങളോളം ആളുകൾ വഴി നടക്കാൻ പോലും പേടിച്ചിരുന്ന കഥ. ആ കഥ ഇങ്ങനെയാണ്. ായ യുവതി പ്രേമനൈരാശ്യം മൂലം നെല്ലിക്കാട്ടെ മേനപ്പുറമാടം ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ യുവതി നോർത്ത് കോട്ടച്ചേരിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുകയും അവിടെ എത്താതെ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരിക്കുകയും ചെയ്തുവെന്നാണ് നാട്ടിൽ പ്രചരിച്ച കഥ. രാത്രിയിൽ പേടിച്ചരണ്ട പെൺകുട്ടി സമീപത്തെ കുളത്തിലേക്ക് എടുത്തു ചാടി. പിറ്റേന്ന് കുളത്തിൽ കുളിക്കാനെത്തിയ സമീപവാസിയാണ് യുവതിയുടെ മൃതദേഹം കണ്ടത്. പിന്നീട് നെല്ലിക്കാട്ടെ എന്ന കൊച്ചു ഗ്രാമത്തിൽ പ്രചരിച്ചത് നാടിനെ ഭയപ്പെടുത്തുന്ന കഥകളാണ്. ജില്ലയിലെ പ്രമുഖ ഗായകൻ രാത്രിയിലെ പരിപാടി കഴിഞ്ഞ് ഇരുചക്രവാഹനത്തിൽ ഇതുവഴി വീട്ടിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ യുവതി വാഹനത്തിന് പുറകിൽ കയറിയെന്നും ഇയാൾ വാഹനം ഉപേക്ഷിച്ചോടിയെന്നും നാട്ടിൽ ശ്രുതി പരന്നു. കുളത്തിന് സമീപമുണ്ടായിരുന്ന പാലമരവും മരിച്ച പെൺകുട്ടിയെയും ചുറ്റിപ്പറ്റിയുള്ള കഥകൾ. യുവതിയെ കണ്ടെന്ന കഥകൾ ഭയപ്പെടുത്തിയതോടെ റോഡിലൂടെയുള്ള രാത്രി സഞ്ചാരം വരെ കുറഞ്ഞു. പണ്ടൊരു പെണ്ണുങ്ങളെ കുളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്കെല്ലാം അതിൽ പോകുമ്പോൾ ഭയമെല്ലാം ഉണ്ടായിരുന്നു. കുളം ഇപ്പോഴുണ്ട്. ആയിരത്തി 1970-കളിൽ കുളത്തിൽ ചാടി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ഗതി കിട്ടാതെ ഈ പ്രദേശത്ത് അലയുന്നുണ്ടെന്നാണ് പലരുടെയും വിശ്വാസം. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും പലരും തയ്യാറല്ല. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് ഒരു മേഖലയിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, ഈ മേഖലയിൽ ഇങ്ങനെ ഉണ്ടെന്ന്. കാസർഗോഡ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ മേഖലയിൽ ഇങ്ങനെ കഥകളുണ്ട്. അത് കഥകളായി തന്നെ കാണാം. രസമല്ലേ ഇത്തരം കഥകൾ രാത്രിയിൽ കേൾക്കാൻ, അല്ലേ? അത്ര രസമില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. പേടിച്ച് അകത്തിരിക്കുന്ന വിജയൻ പുറത്തേക്കിറങ്ങും. ഞാൻ അകത്ത് കയറി വാതിലടച്ചാണ് ഇപ്പോൾ പ്രാപ്ര കാണുന്നതൊക്കെ പറയുന്നത്. പ്രാപ്ര എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഷോ ആണല്ലോ, അല്ലേ? നമ്മള് പ്രേതവും ഭൂതവും ഒന്നും ഉണ്ടെന്ന് പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ സ്ഥലത്തെ ചില കഥകൾ മാത്രമാണ്, ഇങ്ങനത്തെ പേടിപ്പെടുത്തുന്ന കഥകൾ മാത്രമാണ് പറയുന്നത്. നമുക്ക് അയർലൻഡിൽ ഇങ്ങനെ കഥ ഉണ്ടാവും. തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അതിഥിയായി എത്തുന്നുണ്ട് ടെനി. ഹായ് ടെനി. ഹായ് ടെനി. ഹായ് ചേട്ടാ, നമസ്കാരം. ഹായ് ചേട്ടാ. കൂടെ ഫാമിലി ഉണ്ടെന്ന് മനസ്സിലായി. ആരാണ് കൂടെ? മോളാണോ? മോള്, മോൻ, ഇത് രണ്ടാമത്തെ ആള്. എല്ലാവരും ഉണ്ടല്ലോ അവിടെ. എത്ര മക്കളാ ചേട്ടാ? 3 പേരാണോ? എനിക്ക് 3 പേര്. വൈഫ് ഇവിടെ മറ്റേ നേഴ്സായിട്ട് വർക്ക് ചെയ്യണു. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ ഞങ്ങള് വന്നിട്ട് മറ്റേ 1 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ എത്രയാണ് ടൈം? ഇപ്പൊ ഇവിടെ 7 മണി. 6:45 വൈകിട്ട് 7 മണി. വൈകിട്ട് 7 മണി. അപ്പം നാട്ടിലത്തെ വാർത്തയൊക്കെ അറിയാൻ 24 കാണണം, അല്ലേ? നാട്ടിലെ വാർത്ത ഞങ്ങള് സ്ഥിരം 24 നാട്ടിൽ വെച്ച് ന്യൂസ് കാണാറുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ പരിപാടി പ്രത്യേകിച്ചും രാവിലത്തെ മോർണിംഗ് ഷോ കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാ മോർണിംഗ് ഷോ കാണുന്നത്? സമയം വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ കാണലില്ല. കാണുന്നത് ഈ പരിപാടിയൊക്കെയാണ് കാണാറ്. നമ്മുടെ ഷോ കുഴപ്പമില്ലാത്ത സമയത്താണ് അവിടെ അയർലൻഡിലൊക്കെ ഇരുന്ന്, അല്ലേ? കാണാൻ പറ്റുന്ന കറക്റ്റ് സമയമാണ്. അതെ. ഇപ്പൊ 1 മാസം മുൻപല്ലേ അവിടെ എത്തിന്ന് പറഞ്ഞല്ലേ? എങ്ങനെയുണ്ട് അയർലൻഡിലേക്ക് മാറിയപ്പോ? കുഴപ്പമില്ല. നാട്ടിലും ഇവിടെ രണ്ടും ഭയങ്കര വ്യത്യാസമാണല്ലോ. നാട്ടിലെ നമ്മുടെ ജീവിത രീതിയും ഇവിടുത്തെ ജീവിത രീതിയും തമ്മില് ഭയങ്കര വ്യത്യാസമാണ്. അതൊന്ന് നോക്കിയാൽ കുറച്ച് ടൈം എടുക്കും. നാട്ടിലെവിടെയാണ് ചേട്ടാ? നാട്ടില് കാലടി, മാണിക്യമംഗലം. നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ അറിയാം, നമ്മുടെ അടുത്താണല്ലോ. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഓക്കെ, അപ്പൊ ചേട്ടന് എല്ലാവിധ ആശംസകളും. ഇനിയിപ്പോ അവിടെ തന്നെ ആയിരിക്കും അല്ലെ, അയർലൻഡിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള താമസം? ഇനിയിപ്പോ കുറച്ച് നാള് ഒരു 2 വർഷം മിക്കവാറും ഇവിടെ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകാനായിട്ട് ആലോചിക്കണുള്ളൂ. ഓക്കെ, വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് ജിൻസി. ഓക്കെ, മമ്മ ഡ്യൂട്ടിക്ക് പോയ വിഷമത്തിലാണോ മക്കള്? അങ്ങനെ ഇരിക്കണ്ടല്ലോ, മിണ്ടാതിരിക്കണ്ടല്ലോ. അവര് ഹായ്, വന്നേക്കണേന്റെ സന്തോഷത്തിലാണ്. ഓക്കെ ഓക്കെ, ഹായ്, കളിക്കാണോ അവിടെ എല്ലാവരും കൂടെ? ഓക്കെ ഓക്കെ, ശരി ചേട്ടാ, അപ്പോ കാണാം. എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനിയും 24 കാണും. താങ്ക് യു. യെസ്, ജെനിയാണ് അയർലൻഡിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് നമ്മുടെ 24 ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അല്ലേ? ഓക്കെ.